വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് അടച്ച എറണാകുളം മഹാരാജാസ് കോളേജ് തുറന്നു. കോളേജ് അധികൃതരും വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും തമ്മിൽ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിലെ തീരുമാനത്തെ തുടർന്നാണ് കോളേജ് തുറന്നത്. അതേസമയം കുറ്റക്കാർക്കെതിരെ കൂടുതൽ നടപടി ആവശ്യപ്പെട്ട് SFIയുടെ നേതൃത്വത്തിൽ കോളേജ് കവാടത്തിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ചയായി അടച്ചിരുന്ന എറണാകുളം മഹാരാജാസ് കോളേജിൽ ഇന്നു മുതലാണ് ക്ലാസുകൾ ആരംഭിച്ചത്. വിദ്യാർത്ഥികളുടെ സെമസ്റ്റർ പരീക്ഷയും പ്രാക്ടിക്കലും മാർച്ചിൽ നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ കോളേജ് അധികൃതരും വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും PTA-യും സംയുക്തമായി ചേർന്ന യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസുകൾ പുനരാരംഭിച്ചത്. വൈകിട്ട് 6 മണിക്ക് ശേഷം വിദ്യാർത്ഥികളെ കോളേജിൽ തുടരാൻ അനുവദിക്കാതെ ഗേറ്റുകൾ പൂട്ടാനും കോളേജ് ഹോസ്റ്റലിൽ പുറത്തുനിന്നും താമസിക്കുന്നവരെ ഒഴിവാക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 17-ന് നടന്ന വിദ്യാർത്ഥി സംഘർഷത്തിൽ SFI യൂണിറ്റ് സെക്രട്ടറി നാസർ അബ്ദുൾ റഹ്മാനെ KSU ഫ്രട്ടേണിറ്റി പ്രവർത്തകർ കുത്തിപ്പരിക്കേൽപ്പിച്ചിരുന്നു. കേസിൽ KSU പ്രവർത്തകനായ ഇജിലാലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തുടർന്ന് നടന്ന സംഘർഷത്തിലെ പ്രതികളായ 2 SFI പ്രവർത്തകരും പിടിയിലായെങ്കിലും ഒന്നാം പ്രതി 3-ാം വർഷ ഇംഗ്ലീഷ് വിദ്യാർത്ഥി അബ്ദുൾ മാലിക് ഉൾപ്പെടെയുള്ളവരെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് SFI കോളേജ് കവാടത്തിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള അനിഷ്ട സംഭവങ്ങൾ ഒരു കാരണവശാലും ക്യാമ്പസിൽ ഇനി ആവർത്തിക്കപ്പെടരുത്. ഒരിക്കലും ഒരാൾക്ക് പോലും ക്യാമ്പസിലേക്ക് വടിവാളുമായി വരാനുള്ള മനോഭാവം ഉണ്ടാവരുത്. അത്തരത്തിൽ മാതൃകാപരമായ നടപടി കോളേജിൻ്റെ ഭാഗത്തു നിന്ന് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ SFIയുടെ നേതൃത്വത്തിൽ ഇവിടെ അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുന്നത്. അതേസമയം കോളേജിൽ സമാധാന അന്തരീക്ഷം പുലർത്താൻ തന്റെ ഇടപെടലുണ്ടാകുമെന്ന് മന്ത്രി R. ബിന്ദുവും വ്യക്തമാക്കിയിരുന്നു. ഇതേ തുടർന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കോളേജ് ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി.